നമസ്കാരം. മയക്കുമരുന്നും മദ്യപാനവും പുകവലിയും അതുപോലുള്ള ഒന്നിനും അടിമപ്പെടരുത്. നിങ്ങളെ പ്രതീക്ഷിച്ച് നിങ്ങളുടെ വീട്ടുകാരും ഒരു സമൂഹവും നിങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടെന്നെല്ലാം ഉപദേശിച്ച വേടൻ വളരെ വൈകാതെ തന്നെ കഞ്ചാവ് ഉപയോഗിച്ചു എന്നതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്നുണ്ടായ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ വാർത്തയിലൂടെ കണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ ഉദ്ദേശിച്ചതിനപ്പുറത്തേക്കാണ് വേടന് യഥാർത്ഥത്തിൽ അനുഭവിക്കേണ്ടി വന്നത്. എന്നാൽ വേടന്റെ കയ്യിൽ നിന്നും വളരെ തുച്ഛമായ ഒരു അളവിൽ മാത്രമാണ് മയക്കുമരുന്ന് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞത്. എന്നാൽ എല്ലാ കോലാഹലവും കഴിഞ്ഞതിന് ശേഷം വേടൻ പുറത്തിറങ്ങി എല്ലാവരോടും ക്ഷമ ചോദിക്കുകയുണ്ടായി. ഞാൻ കള്ളു കുടിക്കുന്നവനും സിഗരറ്റ് വലിക്കുന്നവനും കഞ്ചാവ് വലിക്കുന്നവനുമാണ്. എന്നെ കണ്ടുകൊണ്ട് ദയവായി നിങ്ങൾ ആരും എന്നെ മാതൃകയാക്കരുത്. ഞാൻ നന്നാവാൻ വേണ്ടി ശ്രമിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളോട് മാപ്പ് ഇരക്കുന്നത് നമ്മൾ കണ്ടു. കോടതി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ സംസാരിക്കാൻ വളരെ ലിമിറ്റ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പത്രമാധ്യമങ്ങളോട് തുറന്നു പറയുകയുണ്ടായി. ഇവിടെ അനുഭവിക്കുന്നത് രണ്ടു തരം നിയമങ്ങളാണ്. അത് അദ്ദേഹം തുറന്നു പറയുന്നു. കറുത്തവനും വെളുത്തവനും, ജാതിയിൽ മുന്തിയവനും താഴ്ന്നവനും, ഇതെല്ലാം ഇവിടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത് വളരെ വളരെ ധൈര്യപൂർവ്വം തന്നെ അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി. എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ തന്നെ ഇവിടെ നടന്ന കളികൾ എല്ലാവരും കണ്ടു. അദ്ദേഹത്തെ വേട്ടയാടി എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുവാൻ അദ്ദേഹം പറയേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു. ജനങ്ങൾ എല്ലാം മനസ്സിലാക്കി. പൊതുജനങ്ങൾ വേടൻ പറയുന്നതിന്റെ കൂടെയാണെന്ന് തിരിച്ചറിഞ്ഞ ഭരണകൂടം പൊതുജനങ്ങളുടെ ഇടയിൽ വേടന്റെ വാക്യങ്ങൾക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ട് എന്നും വേടൻ ഒരു തെറ്റ് ചെയ്തെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വരുവാനും അതിൽ നിന്നും മുക്തി നേടി നല്ലൊരു മനുഷ്യനായി ജീവിക്കുവാനും അവസരം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തിന്റെ ധീരമായ വാക്കുകൾ മനസ്സിൽ ആവാഹിച്ചുകൊണ്ടും ഒരു കൂട്ടം ജനങ്ങൾ ഭരണാധികാരികൾക്കെതിരെ സ്വരങ്ങൾ കടുപ്പിച്ചു വന്നപ്പോ, അവർക്കുള്ള വിമർശനം വന്നപ്പോൾ, പ്രത്യേകിച്ചും നിയമത്തിന്റെ മാർഗത്തിൽ ബഹുമാനപ്പെട്ട ജഡ്ജിയുടെ വിധി വന്നതോടുകൂടെ ഒരു തെളിവുമില്ലാതെ പിടിച്ചു കൊണ്ടുവന്ന വേടനെ എന്തിനു കൊണ്ടുവന്നു എന്ന് ചോദിച്ച് പുലിനഖമാണോ എന്നോ പുലി പല്ലാണോ എന്നോ വ്യക്തമായ ശാസ്ത്രീയമായ ഒരു തെളിവ് പോലും ഉണ്ടാക്കുവാൻ കഴിയാതെ കൊണ്ടുവന്നവരെ ശ്വാസിച്ചു കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുകയാണ് ഉണ്ടായത്. ശരിക്കും റാപ്പ് സംഗീതത്തിന്റെ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ, മ്യൂസിക് കോലാഹലത്തിൽ, വാദ്യോപകരണങ്ങളുടെ കോലാഹലത്തിൽ അദ്ദേഹം പറയുന്ന പല വരികളും നമുക്ക് ശരിക്കും മനസ്സിലാവാത്തതാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ പല വീഡിയോകളും എടുത്തുകൊണ്ട് അതിന്റെ വരികൾ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ശരീരമാകെ കൂരിത്തരിക്കുകയും രോമാഞ്ചമുണ്ടാവുകയും ചെയ്യും. അത്രയ്ക്കും കാഠിന്യമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അത്രയ്ക്കും മൂർച്ചയുള്ള വാക്കുകളാണ്. ഏകദേശം ഈ നമ്മുടെ നാടിനെ സംബന്ധിച്ച് മാത്രമല്ല, കറുപ്പിനെയും വെളുപ്പിനെയും അവിടെ അടിച്ചമർത്തപ്പെടുന്നവരെയും നമ്മുടെ നാടിനെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചിന്ത, അദ്ദേഹത്തിന്റെ ആ പ്രതിഷേധം അങ്ങ് ലോകം എമ്പാടും വ്യാപിച്ച് കിടക്കുകയാണ്. ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ ഉണ്ടായ അദ്ദേഹത്തിന്റെ ഒരു റാപ്പിൽ നിന്ന് കിട്ടിയ വരികളാണിത്. സോമാലിയൻ ബാല്യങ്ങൾ കുടിനീര് തേടി പല കാതം താണ്ടി, മ്യാൻമറിൽ ബുദ്ധൻ ആയുധമേന്തി ചുടുചോരമോന്തി, ആമസോൺ വീര നിന്നുടെ മാറ് തുളഞ്ഞതിൽ കാട് കരഞ്ഞു, ആഫ്രിക്കൻ പോർക്കളങ്ങളിൽ ആൺ മകനു ഇരിന്നായി അമ്മ കരഞ്ഞു, ആർട്ടിക്കിൻ പനിമലയുരുകി കടലു നിറഞ്ഞതിൽ കരകൾ മറഞ്ഞു, ന്യൂയോർക്കിൻ മണ്ണിൽ മകനിൽ മൂച്ച് നിലച്ചതിൽ പോരു നടന്നു, ഫലസ്തീൻ പല നൂറായി പാലായനം ഒരു പതിവായി മാറി, ചീനാനിൻ ചെങ്കൊടി താഴെ ഖുറാനെരിഞ്ഞതിൽ മണം പരന്നു, മാലാക്കിൻ കണ്ണുനീർ വീണതിൽ എന്നെ പെറ്റതായി ഭൂമി കരഞ്ഞു, ആസിഫയിന് ഉയരൊടയ്ക്കുവാൻ ഭഗവാൻ പോലും കാവലിരുന്നു, അയലൻ നിൻ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിൽ ആഴമളന്നു, അയലൻ നിൻ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിൽ ആഴമളന്നു, അയലൻ നിൻ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിൽ ആഴമളന്നു. ഭൂമി ഞാൻ വാഴുന്നിടം, ഭൂമി ഞാൻ വാഴുന്നിടം, ഭൂമി ഞാൻ വാഴുന്നിടം, അനുദിനം നരകമായി വാഴുന്നിടം. ഭൂമി ഞാൻ വാഴുന്നിടം, ഭൂമി ഞാൻ വാഴുന്നിടം, ഭൂമി ഞാൻ വാഴുന്നിടം, അനുദിനം നരകമായി മാറുന്നിടം, ഭൂമി ഞാൻ വാഴുന്നിടം. ഇതൊരു ചെറിയ നിസാരമായ ചില്ലറ വരികളാണ്. അദ്ദേഹത്തിന്റെ വരികൾ പല കോട്ടകൾക്കും ഇളക്കം തട്ടിയിരിക്കുന്നു. ഭരണാധികാരികളുടെ ചങ്കിലേക്കുള്ള കുത്താണ് വരുന്നത്. ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു ചാൻസിൽ ഇദ്ദേഹത്തെ മുളയിലെ നുള്ളണം എന്നുള്ള പ്രതീക്ഷയുള്ള ആളുകൾ വേടന് വേണ്ടി കെണിയൊരുക്കിക്കൊണ്ട് കാത്തിരിക്കുകയായിരുന്നു. തൽക്കാലം വേടൻ രക്ഷപ്പെട്ടു എന്ന് പറയാറായിട്ടില്ല. ഈ പൊതുജനങ്ങളുടെ നിഷ്പക്ഷരായിട്ട് ചിന്തിക്കുന്ന, വർണ്ണമോ വർഗമോ ജാതിയോ മതമോ ഒന്നും പണമോ പാമരനെന്നോ ഒന്നും വേർതിരിവില്ലാത്ത ഒരു കൂട്ടം യുവാക്കളുടെ പ്രതിഷേധത്തിന് മുന്നിലാണ് ഇന്ന് ഭരണാധികാരികൾ അന്വേഷണം പ്രഖ്യാപിക്കുകയും യഥാർത്ഥത്തിൽ തല കുമ്പിട്ട് നിൽക്കേണ്ട ഗതികേടിൽ ആവുകയും ചെയ്തു. എല്ലാ നിലക്കും വേടനെ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി അവർ ഒരുങ്ങിയതായിരുന്നു.
പല രൂപത്തിലും പലതും വേടൻ അതിന്റെ ഗൗരവം അറിയാഞ്ഞിട്ടോ അദ്ദേഹത്തിന്റെ രക്തത്തിളപ്പ് കൊണ്ടോ പലതും അദ്ദേഹം സ്റ്റേജിൽ കയറി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പലരുടെയും ചങ്ക് തുളഞ്ഞു പോയിട്ടുണ്ട്. അതാണ് യാഥാർത്ഥ്യം. ഇനിയും വേടനെ വേട്ടയാടൽ നിർത്തി എന്ന് ആരും ഒരിക്കലും കരുതണ്ട. വേടനെ വേട്ടയാടിക്കൊണ്ട് തന്നെ ഇരിക്കും. പക്ഷെ ആ വേട്ടയാടൽ ബൂമറാങ്ക് പോലെ നിങ്ങൾക്ക് തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ ഭരണാധികാരികളെ നിങ്ങൾ കരുതിയിരിക്കുക, വർണ്ണവെറിയന്മാരെ നിങ്ങൾ കരുതിയിരിക്കുക. ഒരു വേടൻ ചത്തു വീണാലും പിറക്കും 1000 വേടന്മാർ ഈ ഭൂമിയിൽ. നന്ദി, നമസ്കാരം.